നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിധിയെഴുത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കി പശ്ചിമ ബംഗാളും അസമും. രണ്ടിടത്തും കനത്ത പോളിംഗ്. ബംഗാളിൽ 75%-ലധികവും അസമിൽ 66%-ലധികവും പോളിംഗ്. ബംഗാളിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെട്ട 18 മണ്ഡലങ്ങളിലും അസമിലെ 65 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. ബംഗാളിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സുരക്ഷ കണക്കിലെടുത്ത് പോളിംഗ് സമയം വൈകിട്ട് 4 വരെയാക്കി ചുരുക്കിയിരുന്നു. അസമിൽ ആദ്യഘട്ട ജനവിധി തേടിയവരിൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തരുൺ ഗൊഗോയും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ സോനോവാളും. മുഖ്യൻ നിയമ നടപടിക്ക്. സോളാർ കേസിലെ സരിതയുടെ വെളിപ്പെടുത്തലിൽ നിയമ നടപടിക്കൊരുങ്ങി മുഖ്യമന്ത്രി. വിവാദ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള വൻ ഗൂഢാലോചന. സർക്കാരിനെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നു. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും ഉമ്മൻചാണ്ടി. അതിനിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ ആരോപണങ്ങളിൽ വിമർശനവുമായി VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിക്ക് നേരെയുള്ള ആരോപണങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇനി മുന്നണി വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരനെ പഴിച്ച് ബെന്നി ബെഹ്നാൻ. തൃക്കാക്കരയിൽ താൻ മത്സരിക്കുന്നതിനോട് KPCC അധ്യക്ഷന് താൽപര്യമില്ലാത്തതിനാൽ പിന്മാറുന്നു എന്ന് പ്രഖ്യാപനം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരെയും പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിശദീകരണം. ഇരിക്കൂർ, തൃപ്പൂണിത്തുറ, കോന്നി മണ്ഡലങ്ങളിൽ KC ജോസഫ്, K ബാബു, അടൂർ പ്രകാശ് എന്നിവർ മത്സരിക്കും. KPCC അധ്യക്ഷന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച് ആരോപണ വിധേയരെ മത്സരിപ്പിക്കാൻ ധാരണയായത് മുഖ്യന്റെ കഴുനീക്കത്തിൽ. പടയൊരുങ്ങി, ഇനി പ്രചരണകാലം. അവശേഷിച്ച 2 സീറ്റിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി CPM. കോതമംഗലത്ത് DYFI ബ്ലോക്ക് സെക്രട്ടറി ആന്റണി ജോണും തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ടും മത്സരിക്കും. തീരുമാനം ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതേസമയം ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ജോണി നെല്ലൂരിന് പിന്തുണ നൽകേണ്ടതില്ലെന്ന് തീരുമാനം. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് നെല്ലൂർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. പലിശയിൽ കണ്ണും നട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ റിസർവ് ബാങ്കിന്റെ ആദ്യ ധനാവലോകന യോഗം നാളെ. റിപ്പോ നിരക്ക് 0.5% കുറയ്ക്കാൻ സാധ്യത. ചെറുകിട നിക്ഷേപ പദ്ധതികളുടെ പലിശ വെട്ടിക്കുറച്ചതും ധനക്കമ്മി കുറയ്ക്കാൻ ഊന്നൽ നൽകിയുള്ള ജെയ്റ്റ്ലിയുടെ പൊതു ബഡ്ജറ്റും പലിശ ഭാരം കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചേക്കുമെന്ന് നിരീക്ഷണം. നിലവിലെ റിപ്പോ നിരക്ക് 6.75%, റിവേഴ്സ് റിപ്പോ 5.75%. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 0.5% മുതൽ 0.5% വരെ പലിശ നിരക്ക് കുറയ്ക്കാമെന്നിരിക്കെ ഗവർണർ രഘുറാം രാജന്റെ നിലപാട് നിർണായകമാകും. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 65 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.